പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ 2019 നടന്ന ചോദ്യങ്ങളും 2020 നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യങ്ങളുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ 14 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും 15 മാർക്കിന്റെ ഒരു എസ്സേ ചോദ്യമാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാം ചോദ്യം, വാട്ട് ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം? 1 മാർക്കിന്റെ ചോദ്യം. കമ്പ്യൂട്ടർ എന്താണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം എന്താണെന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. എ കമ്പ്യൂട്ടർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ഡിവൈസുകളും സോഫ്റ്റ്വെയറും കൂടി കമ്പൈൻ ചെയ്താണ് കമ്പ്യൂട്ടർ എന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റുകളെ ആണ് ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. ദ ഫിസിക്കൽ കമ്പോണന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഹാർഡ്വെയർ. ദ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് സോഫ്റ്റ്വെയർ. അങ്ങനെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചേർന്നാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. സോ എ കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അതിൽ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നു. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. രണ്ടാം ചോദ്യം, വാട്ട് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? 1 മാർക്കിന്റെ ചോദ്യം. ആൻ ഇൻപുട്ട് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു എൻ്റർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുടെ ഡേറ്റയും ഇൻസ്ട്രക്ഷനും എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് വിളിക്കുന്നു. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡും മൗസും. നമുക്ക് വളരെ സുപരിചിതമായ 2 ഡിവൈസുകളാണ് കീബോർഡും മൗസും. അതിൽ മൗസ് എന്ന് പറയുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസിനെ നമ്മൾ 3 തരം വ്യത്യസ്ത തരമായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മെക്കാനിക്കൽ മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, ഇലക്ട്രോ മെക്കാനിക്കൽ മൗസ് എന്ന് 3 വ്യത്യസ്തമായ മൗസുകൾ നമുക്ക് ലഭ്യമാണ്. മൂന്നാം ചോദ്യം, വാട്ട് ഈസ് റോം? 1 മാർക്കിന്റെ ചോദ്യം. റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ മെമ്മറി ഉണ്ട്. മെമ്മറിയെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അതിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന മെമ്മറി വിഭാഗത്തിലാണ് നമ്മൾ റോമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ റാമും റോമും നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നു. റോമിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ് റോം എന്ന റീഡ് ഓൺലി മെമ്മറി. ഇനി 4ാം ചോദ്യം, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ? 1 മാർക്കിന്റെ ചോദ്യം. ദ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. വളരെയധികം സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നു. പലപ്പോഴും MS ഓഫീസ് ഉപയോഗിക്കുന്നു, എക്സൽ ഉപയോഗിക്കുന്നു, ആക്സസ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സോ ദ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ നമ്മൾ 2 വ്യത്യസ്ത കാറ്റഗറിയായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സോഫ്റ്റ്വെയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അങ്ങനെ 2 വ്യത്യസ്ത കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ, അത്തരം സോഫ്റ്റ്വെയറെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ഒരു സ്പെസിഫിക് ജോലി ചെയ്യാൻ, സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറെ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. പവർ പോയിന്റ്, വേർഡ് പോലെയുള്ള, എക്സൽ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് സോഫ്റ്റ്വെയർ. 5ാം ചോദ്യം, വാട്ട് ഈസ് ALU? 1 മാർക്കിന്റെ ചോദ്യം. ALU സ്റ്റാൻഡ്സ് ഫോർ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് CPU. CPU-ന്റെ കമ്പോണന്റ് ആണ്. ഇറ്റ് പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. അരിത്മെറ്റിക് എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ വരുന്നു. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ പോലെയുള്ള കാര്യങ്ങൾ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ അരിത്മെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന CPU-ന്റെ കമ്പോണന്റ് ആണ് ALU. ALU-ന്റെ അബ്രീവിയേഷൻ ആണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ഇനി 6ാം ചോദ്യം, വാട്ട് ഈസ് ബയോസ്? 1 മാർക്കിന്റെ ചോദ്യം.
ബയോസിന്റെ അബ്രിവേഷൻ ആണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ടർ പ്രോഗ്രാമുകളാണ് പൊതുവെ ഇത്തരം ബയോസ് എന്ന ചിപ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. മദർ ബോർഡിന്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ടാണ് പൊതുവെ ബയോസ് എന്ന ചിപ്പ് ലഭ്യമാവുന്നത്. ഇനി 7ാം ചോദ്യം, വാട്ട് ഈസ് വോൾട്ട്? 1 മാർക്കിന്റെ ചോദ്യം. വോൾട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ്. മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇത്തരം ടേമുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സോ വോൾട്ട് സ്റ്റാൻഡ്സ് ഫോർ വോയിസ് ഓവർ ലോങ് ടേം എവല്യൂഷൻ. 4ാം ജനറേഷൻ മൊബൈൽ ടെക്നോളജിയാണ് വോൾട്ട് എന്ന് വിളിക്കുന്നത്. വോൾട്ടിന്റെ അബ്രിവേഷൻ ആണ് വോയിസ് ഓവർ ലോങ് ടേം എവല്യൂഷൻ. ഇന്ത്യയിൽ ഇന്ന് 5G പോലെയുള്ള സംവിധാനങ്ങൾ 5ാം ജനറേഷൻ മൊബൈൽ സേവനങ്ങൾ ലഭ്യമാണ്. 4ാം ജനറേഷൻ മൊബൈൽ ടെക്നോളജിയെ നമ്മൾ വോൾട്ട് എന്ന് വിളിക്കുന്നു. 8ാം ചോദ്യം, വാട്ട് ഈസ് ട്വിറ്റർ? 1 മാർക്കിന്റെ ചോദ്യം. വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണ് ട്വിറ്റർ. സോ ട്വിറ്റർ ഈസ് എ മീഡിയ ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഇറ്റ് അലൗസ് ടു സെൻഡ് മെസ്സേജസ്. ട്വീറ്റ് എന്ന രൂപത്തിൽ മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാമൂഹിക മാധ്യമമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ട്വിറ്റർ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്യാൻ കഴിയും, മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ കഴിയുന്നു. 9ാം ചോദ്യം, വാട്ട് ഈസ് CPU? 1 മാർക്കിന്റെ ചോദ്യം. CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് CPU ആണ്. ഇറ്റ് ഈസ് കോൾഡ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CPU കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണന്റ്സ്: ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന CPU ആണ്. CPU യിൽ 3 കമ്പോണന്റ് ആണ് ഉള്ളത്: ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി. CPU-നകത്തിരിക്കുന്ന മെമ്മറിയെ നമ്മൾ രജിസ്റ്റർ എന്ന് വിളിക്കുന്നു. ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറി ഡിവൈസും രജിസ്റ്റർ ആണ്. സോ CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ബ്രെയിൻ ആണ് CPU. 10ാം ചോദ്യം, വാട്ട് ഈസ് PC? 1 മാർക്കിന്റെ ചോദ്യം. ഒരു അബ്രിവേഷൻ ആണ് പേഴ്സണൽ കമ്പ്യൂട്ടർ. നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിംഗിൾ യൂസർ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ PC എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് PC എന്ന് വിളിക്കുന്നു. സോ PC ഈസ് എ സിംഗിൾ യൂസർ കമ്പ്യൂട്ടർ. വീടുകളിൽ ഉപയോഗിക്കുന്ന സിംഗിൾ യൂസർ കമ്പ്യൂട്ടർ ആണ് നമ്മൾ ഡെസ്ക് ടോപ്പ് PC അല്ലെങ്കിൽ PC എന്ന് വിളിക്കുന്നു. PCയുടെ അബ്രിവേഷൻ ആണ് പേഴ്സണൽ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് എ സിംഗിൾ യൂസർ കമ്പ്യൂട്ടർ. ഇനിയും 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോഡം? 2 മാർക്കിന്റെ ചോദ്യം. മോഡത്തിന്റെ അബ്രിവേഷൻ ആണ് മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഡിവൈസ് യൂസ്ഡ് ടു കണക്ട് എ കമ്പ്യൂട്ടർ ടു ദ ഇന്റർനെറ്റ്. കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മോഡം വേണം. കാരണം മോഡം മോഡുലേഷനും പെർഫോം ചെയ്യുന്നു, ഡിമോഡുലേഷൻ പെർഫോം ചെയ്യുന്നു. ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയെ മോഡുലേഷൻ എന്നും തിരിച്ചു ചെയ്യുന്ന പ്രക്രിയയെ ഡിമോഡുലേഷൻ എന്ന് വിളിക്കുന്നു. മോഡം ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്: ഇന്റേണൽ മോഡം ആൻഡ് എക്സ്റ്റേണൽ മോഡം. മദർ ബോർഡിന്റെ അകത്ത് വെക്കുന്ന മോഡം, മദർ ബോർഡിന്റെ കൂടെ വരുന്ന മോഡം ഇന്റേണലും, CPU-ന്റെ വെളിയിൽ വെക്കുന്ന മോഡത്തെ നമ്മൾ എക്സ്റ്റേണൽ മോഡം എന്ന് വിളിക്കുന്നു. മോഡം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. ഇനിയും 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ? 2 മാർക്കിന്റെ ചോദ്യം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് പെർഫോം ബേസിക് ഫംഗ്ഷൻസ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രറ്റർ പോലെയുള്ള സോഫ്റ്റ്വെയർ ഉൾപ്പെടുന്നു. സോ എ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് പെർഫോം ബേസിക് ഫംഗ്ഷൻസ് ഇൻ എ കമ്പ്യൂട്ടർ. ഇത് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്ന് വിളിക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമുക്കറിയാം. വിൻഡോസ്, മാക്, ലിനക്സ് പോലെയുള്ള നമുക്ക് വളരെ സുപരിചിതമായ പലപ്പോഴും ഇത്തരം സോഫ്റ്റ്വെയറെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി 13th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രീ സോഫ്റ്റ്വെയർ. 4 മാർക്കിന്റെ ചോദ്യം. എ ഫ്രീ സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ഫ്രീലി. യാതൊരുവിധ ഫീസും കൊടുക്കാതെ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം ഫ്രീ സോഫ്റ്റ്വെയറെ നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു. ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്ന റിച്ചാർഡ് സ്റ്റാൾമാനെയാണ്. പലപ്പോഴും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും രജിസ്ട്രേഷൻ ഫീ ആവശ്യമാണ്. അങ്ങനെ യാതൊരു രജിസ്ട്രേഷൻ ഫീ ഇല്ലാതെ ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറെ പൊതുവെ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. ഇനി 14ാം ചോദ്യം, ഹു ഈസ് ചാൾസ് ബാബേജ്? 1 മാർക്കിന്റെ ചോദ്യം.
ചാൾസ് ബാബേജ് ഈസ് കോൾഡ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ ആദ്യകാല പതിപ്പായ അബാക്കസ് ഡെവലപ്പ് ചെയ്തു. സോ ഹി ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഫോം ഓഫ് കമ്പ്യൂട്ടർ കോൾഡ് അബാക്കസ്. ഇനി 14ാം ചോദ്യം, വാട്ട് ഈസ് മൈക്രോ കമ്പ്യൂട്ടർ? 1 മാർക്കിന്റെ ചോദ്യം. എ മൈക്രോ കമ്പ്യൂട്ടർ ഈസ് എ കമ്പ്യൂട്ടർ ഹൂ CPU is മൈക്രോ പ്രോസസർ. CPU എന്ന സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് മൈക്രോ പ്രോസസറായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ പൊതുവെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന സെക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷനാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. സൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്ന വിഭാഗത്തിലാണ് മൈക്രോ കമ്പ്യൂട്ടർ വരുന്നത്. CPU എന്ന സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് മൈക്രോ പ്രോസസറായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റിൽ 4ാം ജനറേഷനിലാണ് മൈക്രോ പ്രോസസർ എന്ന കമ്പോണന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും 16th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻഡ്രോയിഡ്? ആൻഡ്രോയിഡ് ഈസ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ നമ്മൾ മൊബൈൽ OS എന്ന് വിളിക്കുന്നു. ഇനിയും ആൻഡ്രോയിഡിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കിയാൽ, ഇറ്റ് ഈസ് എ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ആൻഡ്രോയിഡ് INC. ആൻഡ്രോയിഡ് INC എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ലിനക്സ് ബേസ്ഡ് ആയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. വ്യത്യസ്തമായ രൂപത്തിൽ ആൻഡ്രോയിഡ് ഇന്ന് ലഭ്യമാണ്. ഓറിയോ, നോഗാറ്റ് പോലെയുള്ള വളരെ സുപരിചിതമായ പദങ്ങളാണ്. ആൻഡ്രോയിഡിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ലിനക്സ് ബേസ്ഡ് ആണ്. ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന വിഭാഗത്തിലാണ് നമ്മൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് INC എന്ന കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് ഗൂഗിൾ ഈ ഒരു ആൻഡ്രോയിഡിനെ അക്വയർ ചെയ്താണ് നമ്മൾക്ക് ഇന്ന് ഉപയോഗിക്കുന്ന രൂപത്തിൽ കാണുന്നത്. അങ്ങനെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന, മൊബൈൽ ഡിവൈസുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. സോ ആൻഡ്രോയിഡ് ഈസ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൊബൈൽ ഫോണുകളിൽ വളരെ സുപരിചിതമായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. സിംബിയൻ, iOS പോലെയുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഇന്ന് ലോകത്ത് ഒരു 90% മൊബൈൽ ഫോണുകളിൽ ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ എന്ന കമ്പനിയാണ് ഇപ്പോഴും ആൻഡ്രോയിഡിന്റെ ഉടമസ്ഥാവകാശം. ആൻഡ്രോയിഡ് INC എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഒരു ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ ആൻഡ്രോയിഡ് എന്ന മൊബൈൽ പ്ലാറ്റ്ഫോമിന്റെ പ്രാധാന്യം പറഞ്ഞ ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലിനക്സ് ബേസ്ഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി 14th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. 15 മാർക്കിന്റെ essay ചോദ്യം. വളരെ അധികം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായ ഒരു ചോദ്യമാണ്. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പേപ്പറിന്റെ പ്രീവിയസ് ചോദ്യങ്ങൾ എടുത്തു നോക്കിയാൽ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന 1 മാർക്കിന്റെ ഏതെങ്കിലും ചോദ്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റ് നമ്മൾ 5 വ്യത്യസ്ത ജനറേഷനായി ക്ലാസിഫിച്ചിരിക്കുന്നു. ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഡിവൈഡഡ് ഇൻടു 5 ജനറേഷൻ. ഈച്ച് ജനറേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ ടെക്നോളജി. കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റ് 5 ജനറേഷനായി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓരോ ജനറേഷനിലും വ്യത്യസ്തമായ ടെക്നോളജി ഉപയോഗിക്കുന്നു. അതിൽ 1ാം ജനറേഷൻ എന്ന് പറഞ്ഞ 1940 to 1956 ആണ്. സെക്കൻഡ് ജനറേഷൻ 1956 to 63. തേർഡ് ജനറേഷൻ 1964 to 1971. ഫോർത്ത് ജനറേഷൻ 1971 to 1980 എന്ന് പറയാൻ കഴിയുന്നു. ഫിഫ്ത് ജനറേഷൻ പ്രസന്റ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്നു. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഡിവൈഡ് ഇൻ ടു വേരിയസ് ജനറേഷൻ. ഈച്ച് ജനറേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് ഇൻ ടെക്നോളജി. ഓരോ ജനറേഷനിലും പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ജനറേഷനിൽ തുടങ്ങി 5ാം ജനറേഷനിൽ വരെയാണ് കമ്പ്യൂട്ടറിന്റെ ഒരു വികാസം. നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടർ ഇത്തരം കമ്പ്യൂട്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് വഴിയാണ് ഫോം ചെയ്തത്. 1ാം ജനറേഷന്റെ കാലഘട്ടം നോക്കുക, 1940 to 1956. ചില പുസ്തകത്തിൽ ഈ ഒരു വർഷം ഒന്ന് മാറാം, കാരണം റെക്കോർഡിക്കലായ ഒരു ഹിസ്റ്ററി ഒന്നും അന്നത്തെ കാലത്ത് നിലവിലില്ല. അങ്ങനെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം നോക്കിയാൽ 1940 to 56 ആണ്.
Second generation 1956 to 1963, 1964 to 1974, 1974 to 80, present and beyond ആണ് അഞ്ചാം ജനറേഷൻ. ഇനി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു കാര്യങ്ങൾ നോക്കിയാൽ, പ്രാധാന്യം നോക്കിയാൽ, ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് വാക്വം ട്യൂബ്സ്. വാക്വം ട്യൂബുകൾ അല്ലെങ്കിൽ തെർമിയോണിക് വാൽവ് പ്രധാന സർക്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. ഇറ്റ് യൂസസ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എ വാക്വം ട്യൂബ് ഈസ് എ സീൽഡ് ഗ്ലാസ് കണ്ടെയ്നർ. ഇവിടെ കാണിച്ചിരിക്കുന്ന രൂപത്തിൽ ഫിലമെന്റ് വരുന്ന ഒരു കണ്ടെയ്നറാണ്, ഗ്ലാസ് കണ്ടെയ്നറാണ്, ബൾബ് പോലൊക്കെ ഇരിക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഈ പറയുന്ന വാക്വം ട്യൂബ് അല്ലെങ്കിൽ തെർമിയോണിക് വാൽവ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് പഞ്ച്ഡ് കാർഡ് ആസ് ഇൻപുട്ട്. ഇൻപുട്ടായി പഞ്ച്ഡ് കാർഡ് ഉപയോഗിക്കുന്നു. പേപ്പർ ടേപ്പ് ഔട്ട്പുട്ടായി ഉപയോഗിക്കുന്നു. ബൈനറി ലാംഗ്വേജ് ഓർ മെഷീൻ ലാംഗ്വേജ് വാസ് യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചു. ഇനി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾ നോക്കിയാൽ അതിൽ വളരെ സുപരിചിതമായാണ് ഏനിയാക്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഏനിയാക്. എഡ്വാക്, യൂണിവാക് എന്നിവ ഉൾപ്പെടുന്നു. ഇനി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ലാർജ് സൈസ്, ഇറ്റ് ജനറേറ്റഡ് എ ലോട്ട് ഓഫ് ഹീറ്റ്, കൂടുതൽ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു, കാരണം തെർമിയോണിക് വാൽവാണ് ഉപയോഗിക്കുന്നത്. കൺസ്യൂംഡ് എ ലോട്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, കൂടുതൽ ഇലക്ട്രിക് കറണ്ട് കൺസ്യൂം ചെയ്യുന്നു, കാരണം ഈ തെർമിയോണിക് വാൽവുകൾ ചൂടായതിനു ശേഷം മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂ. അതുപോലെ തന്നെ വളരെ സ്ലോ ആയ ഡിവൈസുകളാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ലെസ് റിലയബിൾ, കാരണം ഈ ഒരു തെർമിയോണിക് വാൽവ് അടിക്കടി ചിലപ്പോൾ പൊട്ടിപ്പോകും, ബേസ്റ്റ് ചെയ്യാവുന്നത്. കാരണം തെർമിയോണിക് വാൽവിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ തെർമിയോണിക് വാൽവ് ഫിലമെന്റ് ചൂടായാണ് ഈ ഒരു തെർമിയോണിക് വാൽവ് വർക്ക് ചെയ്യുന്നത്. അത്തരം വർക്കിംഗ് അവസ്ഥയിൽ പലപ്പോഴും തെർമിയോണിക് വാൽവുകൾ ബേസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം ഡിവൈസുകൾ ഹാർഡ്വെയർ ഫെയിലിയർ ഫ്രീക്വന്റ് ആയി എക്സിബിറ്റ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പരിചയപ്പെടാം. സെക്കൻഡ് ജനറേഷന്റെ കാലഘട്ടം 1956 to 1963. The second generation computers used transistor instead of vacuum tube. ആദ്യ ജനറേഷൻ നമ്മൾ കണ്ടു വാക്വം ട്യൂബുകളാണ് പ്രധാന സർക്യൂട്ടായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ സെക്കൻഡ് ജനറേഷനിൽ വന്നപ്പോൾ വാക്വം ട്യൂബുകൾ മാറി മറിച്ച് ട്രാൻസിസ്റ്റർ കൊണ്ടുവന്നു. The second generation computers used transistor instead of vacuum tubes. The second generation computers were smaller and powerful and faster than first generation. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സൈസ് കുറഞ്ഞു, കമ്പ്യൂട്ടർ കൂടുതൽ പവർഫുൾ ആയി, കൂടുതൽ ഫാസ്റ്റർ ആയി. അതുപോലെ തന്നെ ഹീറ്റും കുറച്ചു മാത്രം എമിറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. മാഗ്നറ്റിക് കോർ വാസ് യൂസ്ഡ് ആസ് പ്രൈമറി മെമ്മറി ആൻഡ് മാഗ്നറ്റിക് ഡിസ്ക് വാസ് യൂസ്ഡ് ആസ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയായി മാഗ്നറ്റിക് ഡിസ്ക് ഉപയോഗിച്ചു, പ്രൈമറി മെമ്മറിയായി മാഗ്നറ്റിക് കോർ മെമ്മറി ഉപയോഗിച്ചു. ഫോർട്രാൻ, കോബോൾ പോലെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. IBM 1401, IBM 1620 പോലെയുള്ള കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനിയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ യൂസ് ട്രാൻസിസ്റ്റർ ഇൻസ്റ്റെഡ് ഓഫ് വാക്വം ട്യൂബ്സ്. വാക്വം ട്യൂബ്സിന് പകരം ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു. കമ്പ്യൂട്ടേഴ്സ് ബിക്കം സ്മോളർ ആൻഡ് ഫാസ്റ്റർ. കമ്പ്യൂട്ടറിന്റെ സൈസ് കുറഞ്ഞു, കൂടുതൽ ഫാസ്റ്റർ ആയി. അസംബ്ലി ലാംഗ്വേജ് വാസ് യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനകത്ത് നമ്മൾ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വന്നപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത്. സോ അസംബ്ലി ലാംഗ്വേജ് വാസ് യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രാധാന്യം പറഞ്ഞു. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു. വാക്വം ട്യൂബുകളിലെ മാറ്റി പകരം ട്രാൻസിസ്റ്റർ പ്രധാന സർക്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. ഇനി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് വേണ്ടി പരിചയപ്പെടാം. തേർഡ് ജനറേഷന്റെ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം 1964 to 1971 ആണ്. ഞാൻ പറഞ്ഞു ഈ കാലഘട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കാരണം റെക്കോർഡിക്കൽ ആയ ഒരു ഹിസ്റ്ററി അന്ന് നിലവിലില്ല. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് IC ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ഇന്റഗ്രേറ്റഡ് ചിപ്പ് എന്ന് പറയുന്ന ചിപ്പ് നിലവിൽ വന്നു. പലപ്പോഴും ഇലക്ട്രോണിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കണ്ടുപിടുത്തമാണ് IC ചിപ്പുകൾ. അങ്ങനെ IC ചിപ്പുകൾ നിലവിൽ വന്ന ജനറേഷൻ ആണ് തേർഡ് ജനറേഷൻ. ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് IC ചിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ഈ ഒരു ഡെവലപ്മെന്റ് കമ്പ്യൂട്ടേഴ്സിന്റെ സൈസ് കുറച്ചു, അതുപോലെ കമ്പ്യൂട്ടേഴ്സിന്റെ സ്പീഡും എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്തു. ദിസ് ഡെവലപ്മെന്റ് റെഡ്യൂസ്ഡ് ദ സൈസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് കമ്പ്യൂട്ടർ ഇൻക്രീസ്ഡ് ഇൻ തേർഡ് ജനറേഷൻ.
പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ മദർ ബോർഡ് ഡെവലപ്പ് ചെയ്തത് 3ാം ജനറേഷനിലാണ്. ദ കോർ മെമ്മറി വാസ് റീപ്ലേസ്ഡ് ബൈ സോളിഡ് സ്റ്റേറ്റ് മെമ്മറി. മാഗ്നറ്റിക് കോർ മെമ്മറിയാണ് നേരത്തെ 3ാം ജനറേഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ കണ്ടു. 3ാം ജനറേഷനിൽ വന്നപ്പോൾ ഈ ഒരു കോർ മെമ്മറി മാറി മറിച്ച് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസുകൾ വന്നു. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന ഒരു കൺസെപ്റ്റ് വന്നു. ബേസിക് എന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ബേസിക്കിന്റെ അബ്രീവേഷൻ ആണ് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്റ്റീവ് കോഡ്. അങ്ങനെ 3ാം ജനറേഷനിൽ ട്രാൻസിസ്റ്റർ മാറ്റി IC വന്നു. കമ്പ്യൂട്ടറിന്റെ സൈസും കുറഞ്ഞു. കമ്പ്യൂട്ടേഴ്സ് കൂടുതൽ സ്പീഡായി, എഫിഷ്യന്റ് ആയി. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഡെവലപ്പ് ചെയ്ത് ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് 3rd ജനറേഷനാണ്. IBM 360, IBM 370 പോലെയുള്ള കമ്പ്യൂട്ടേഴ്സ് 3rd ജനറേഷനിൽ ഉൾപ്പെടുന്നു. ഇനിയും അതിന്റെ പ്രാധാന്യം നോക്കാം. 3rd ജനറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ യൂസ്ഡ് IC ഇൻസ്റ്റഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ പകരം IC ഉപയോഗിച്ചു. കൺസ്യൂംഡ് ലെസ് പവർ. 3rd ജനറേഷൻ യൂസ്ഡ് ഹൈ ലെവൽ ലാംഗ്വേജ് ഫോർ പ്രോഗ്രാമിംഗ്. സ്പീഡ് കൂടി, സൈസ് കുറഞ്ഞു. ഇനി 4th ജനറേഷൻ നോക്കാം. 4th ജനറേഷന്റെ കാലഘട്ടം 1970 to 1980 എന്ന് ചില പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അതും എഴുതാം, അല്ലെങ്കിൽ 1971 ഓൺവേർഡ്സ് എന്നും എഴുതാം. രണ്ടും ശരിയാണ്. ദ 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് മൈക്രോ പ്രോസസർ. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. മൈക്രോ പ്രോസസർ ഡെവലപ്പ് ചെയ്തത് 4ാം ജനറേഷനാണ്. അത്തരം കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. അങ്ങനെ മൈക്രോ പ്രോസസർ CPI ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് 4ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന ഒരു ചിപ്പിനകത്ത് ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് മൈക്രോ പ്രോസസർ. നമ്മുടെ ഈ ഒരു പടത്തിൽ കാണുന്നു കുറെ ലെഗുകളൊക്കെ ഉള്ള ഒരു ഇലക്ട്രോണിക് ചിപ്പാണ് മൈക്രോ പ്രോസസർ. സോ ദ 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് മൈക്രോ പ്രോസസർ ഇൻസ്റ്റഡ് ഓഫ് IC. പ്രധാന സർക്യൂട്ട് ആയിട്ട് മൈക്രോ പ്രോസസർ വന്നു. അത്തരം കമ്പ്യൂട്ടേഴ്സിനെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. IBM PC, ആപ്പിൾ 2 പോലെയുള്ള കമ്പ്യൂട്ടേഴ്സ് 4ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനിയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ ദേ യൂസ്ഡ് മൈക്രോ പ്രോസസർ ഇൻസ്റ്റഡ് ഓഫ് IC. ഇന്റഗ്രേറ്റഡ് ചിപ്പിന് പകരം മൈക്രോ പ്രോസസർ കൊണ്ടുവന്നു. ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന കൺസെപ്റ്റ് വന്നു. കമ്പ്യൂട്ടേഴ്സിന്റെ സൈസ് കുറഞ്ഞു. കമ്പ്യൂട്ടേഴ്സ് കൂടുതൽ ഫാസ്റ്റർ ആയി. കമ്പ്യൂട്ടേഴ്സ് ബിക്കേം മോർ യൂസർ ഫ്രണ്ട്ലി ആൻഡ് ലെസ് എക്സ്പെൻസീവ്. കമ്പ്യൂട്ടേഴ്സിന്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങിയത് 4ാം ജനറേഷനാണ്. കാരണം 4ാം ജനറേഷനിലാണ് നമ്മൾ മൈക്രോ പ്രോസസർ ഉപയോഗിച്ചത്. മൈക്രോ പ്രോസസറിന്റെ ഡെവലപ്മെന്റ് മൈക്രോ കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റിലോട്ട് വന്നു. മൈക്രോ കമ്പ്യൂട്ടർ പലപ്പോഴും ഹോം യൂസേഴ്സ് കൂടുതലായി ഉപയോഗിച്ചു. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി കമ്പ്യൂട്ടേഴ്സ് കൂടുതലായി കൊമേഴ്ഷ്യലായി പ്രൊഡ്യൂസ് ചെയ്തു. സോ ദ 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് മൈക്രോ പ്രോസസർ ഇൻസ്റ്റഡ് ഓഫ് IC. ഇനി 4ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കിയാൽ ഫ്യൂച്ചർ ജനറേഷൻ ആണ്. ഇനിയും വരുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. 4th ജനറേഷൻ കൊണ്ട് മൈക്രോ പ്രോസസർ ബേസ്ഡ് ആണ്. എന്നാൽ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ പോലെ തന്നെ ഇന്റലിജൻസ് എക്സിബിറ്റ് ചെയ്യുന്നു. പലപ്പോഴും സെൽഫ് ഹീലിംഗ് കമ്പ്യൂട്ടേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സിബിറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. The 5th generation computers used artificial intelligence. It has the ability to simulate human intelligence. മനുഷ്യന്റെ ഇന്റലിജൻസ് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. പലപ്പോഴും സയൻസിന്റെ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ് മെഷീന്റെ ഡെവലപ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. ഇനി 5th ജനറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വെയർ ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. പാരലൽ പ്രോസസിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 5ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ കൊണ്ടുവന്നു. അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ കമ്പ്യൂട്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് 5 ജനറേഷനായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ടെക്നോളജി നോക്കിയാൽ 1st ജനറേഷൻ വാക്വം ട്യൂബ് ഉപയോഗിച്ചു. 2nd ജനറേഷനിൽ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു. 3rd ജനറേഷനിൽ IC ചിപ്പുകൾ ഉപയോഗിച്ചു. 4th ജനറേഷനിൽ മൈക്രോ പ്രോസസർ ഉപയോഗിച്ചു. 5th ജനറേഷനിൽ വന്നപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി. 1st ജനറേഷനിൽ ഉപയോഗിച്ചത് മെഷീൻ ലാംഗ്വേജ് ആണ്. 2nd ജനറേഷനിൽ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചു. 3rd ഹൈ ലെവൽ ലാംഗ്വേജ് കൊണ്ടുവന്നു.
ഫോർത്തിൽ കൂടുതലായി ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഫിഫ്ത്തിൽ ഹൈ ലെവൽ ലാംഗ്വേജും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാംഗ്വേജുകളുമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.